അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി ഏകദേശം അവസാനിച്ചു. അപ്പൊ ഞങ്ങളിതേ പാതിരാമണിലേക്ക് പോവുകയാണ്. പാതിരാമണിൽ എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വളരെ അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളൂ, ആ സ്ഥലം നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ താമസിക്കുന്നത് ഇപ്പൊ ആലപ്പുഴ ജില്ലയിലാണ്. അതായത് ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനിലാണ്. നമ്മുടെ സ്ഥലം വന്ന് കോട്ടയത്താണ്. അപ്പൊ നമ്മളിതേ എന്റെ അനീത്തിയുണ്ട്, അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനുണ്ട്, പിന്നെ എന്റെ ഹസ്ബൻഡ് ഉണ്ട്. ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോകുന്നത്. എന്റെ കുഞ്ഞുണ്ട്. കിയാമ എന്തി രശ്മിച്ച കിയാമ എന്തേടി? കിയാമ ഹായ് പറ. ഹായ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാരും കൂടിയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആ സ്ഥലം കണ്ടിട്ട് വരാം. പാതിരാമണലിന്റെ ബോർഡ് കണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിതേ കായ്പുറത്താണ് എത്തിയിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ബോട്ട് ജെട്ടിയുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പാതിരാമണലിലേക്ക് പോകുന്നത്. ഇവിടത്തെ ഈ ഒരു ബോട്ട് ഇവിടെ ഉണ്ടോ, ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ റേറ്റ് ഒക്കെ ചോദിച്ചു. അപ്പം മൊത്തം ചുറ്റിക്കറങ്ങി വരുന്നതിന് 1000 രൂപയും നമ്മൾ ജസ്റ്റ് അവിടെ വരെ പോയിട്ട് വരുന്നതിന് 600 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാ ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഏട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഉണ്ടോ, നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് വേമ്പനാട്ട് കായലിലൂടെയാണ്. ആ കാണുന്നതാണ് പാതിരാമണൽ ഐലൻഡ്. പണ്ട് ഈ മേഖല ജനവാസ മേഖലയായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവിടെ ടൂറിസം വകുപ്പിന്റെ കീഴിലൊക്കെയാണ്. തണ്ണീർമുക്കം ബണ്ടിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഈ കായലിലൂടെ ആ പച്ചത്തുരുത്ത് കാണുമ്പോൾ കണ്ണിന് വല്ലാത്തൊരു കുളിർമയാണ്. അങ്ങനെ നമ്മൾ പാതിരാമണലിലേക്ക് ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്, തിരിച്ചു പോകാനാകാം. എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടെ നമ്മുടെ സെബിന് മനസ്സിലായല്ലോ അല്ലേ? എൻ്റെ അനിയത്തിയുടെ ഭാവി വരനാണ്. ഇപ്പൊ കോമളൻ സെബിനെ കിയാമ വിളിക്കുന്ന സെബി എന്നാണ് കേട്ടോ. കിയ ഹായ് പറഞ്ഞ മോനെ. കിയാമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സ്ഥലം. അവൾക്ക് പിന്നെ അവളുടെ അപ്പൻ ഭയങ്കര യാത്രാപ്രേമിയാണ് കേട്ടോ. അതുകൊണ്ട് ആ അപ്പൻ്റെ മോളല്ലേ, അപ്പൊ അതിനെ കുറച്ചൊക്കെ കിട്ടാതിരിക്കത്തില്ലല്ലോ. അപ്പൊ ആൾക്കാർ ഇതേ നടന്നു വരുന്ന കണ്ടിട്ട് പുള്ളിക്കൊരു പേടിയായി പോയി. അതുകൊണ്ടാണ് ഓടി വന്നത്. കിയ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊച്ചിനങ്ങ് ഡിമാൻഡ് ആയിട്ടുണ്ട്. കിയാമിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ട മോനെ? ഇഷ്ടായെന്ന് പറ. ഒത്തിരി ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടായി, കൊച്ചിന് ഒത്തിരി ഇഷ്ടായതേ. നല്ല രസമാണ് കേട്ടോ ഈ യാത്ര. അങ്ങോട്ട് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. 2 സൈഡിലും കുറേ മരങ്ങളും. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് കുറച്ച് പക്ഷികളുടെ ശബ്ദങ്ങളും എന്തോ മനസ്സിന് വല്ലാത്ത ഒരു നൊസ്റ്റു ഫീലൊക്കെ ആവട്ടെ ഈ സ്ഥലത്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും. നമ്മുടെ മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആവും. നമുക്ക് കുറേ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. യുവമിഥുനങ്ങളാണ് കേട്ടോ. ജനുവരിയിൽ ഇവരുടെ കല്യാണം.
അതിൻ്റെ വ്ളോഗ്സ് ഒക്കെ നമ്മുടെ പുറകെ വരും. സെവിനും ചമ്മലാണ്, എല്ലാവർക്കും ചമ്മലാണ്, എൻ്റെ ഹസ്ബൻഡിനൊക്കെ ചമ്മലാണ്. ഇനിയിപ്പോൾ ഇവരുടെ കല്യാണങ്ങളും ഒക്കെ നമുക്ക് പുറകെ വരും. എല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ യാത്ര, നല്ല രസം. അത് ഇതുണ്ട്, 2 സൈഡിലും കാടാണ്. നമുക്കിതിലൂടെ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്, ഒരു തണുത്തൊരു ഫീലാണ്, നല്ല തണുപ്പും എന്താ പറയുന്നത്, പ്രകൃതി രമണീയത. ആ കറക്റ്റ് വാക്കത, പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. അപ്പനും മോളും കൂടെ പിച്ച വെച്ച് വരികയാണ്. കിയമ്മ ഓടി വാ മോനെ, ഓടി വന്നേ കിക്കുട്ട, ഓടി വന്നിട്ടൊരു ഹായ് പറയണേ. കിയമ്മ ഓടി വന്നിട്ട് ഹായ് പറയാവോടാ. കിക്കുട്ട ഉമ്പാമ്പി കടിച്ചോ? ഇങ്ങോട്ട് വന്നേ മോനെ, ഒരു ഹായ് പറഞ്ഞേ. ഉമ്മാമ്പി കേറിയോ? സാരയില്ല കേട്ടോ, പോട്ടെ. വരാൻ കിക്കുട്ടാ, വരുന്നു. അയ്യോ, എന്തുവാ ഇത്? ഇതേ നേരെ നടന്ന് കുറെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഗുരുദേവ ക്ഷേത്രമുണ്ട്. പാതിരാമണൽ കണിച്ചുകുളങ്ങര യൂണിയൻ കായ്പുറം. നമ്മൾ വിചാരിച്ചില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഒരു ക്ഷേത്രമൊക്കെ കാണുമെന്ന്. ശരിക്കും ഭയങ്കര ഒരു വൈബാണേ. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഈ കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു, അതിന് നടുക്കൊരു ക്ഷേത്രം. ദേ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഈ അമ്പലവും ഇതിൻ്റെ ചുറ്റും. നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല, അത്ര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹൈറ്റ് പേടിയുള്ള ആളാണ്, എന്താ പറയുന്നത് അക്രോഫോബിയ, അതിൻ്റെ ആളാണ് ഞാൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് കയറുന്നത്, വലിയ കുഴപ്പമില്ല, ഇത്രയും ഹൈറ്റ് അല്ലേ ഉള്ളൂ. പണ്ട് തൊട്ടേ എനിക്കിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഒരു എക്സ്പ്രഷൻ. ഹൈറ്റ് പേടിയായതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഷോ കാണിക്കുന്നൊന്നുമല്ല. എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് ഹൈറ്റ് പേടിയാണ്. പണ്ടിങ്ങനെ നമ്മുടെ തൊട്ട് താഴത്തെ വീട്, അവിടെ ഇങ്ങനെ പണ്ട് സ്റ്റെപ്പൊക്കെ ഉള്ള സമയത്ത്, അതായത് അവരുടെ മേളിലേക്ക് കയറുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചായി നമ്മൾ ഇരുന്നായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. കാരണം അത്രയ്ക്ക് പേടിയായിരുന്നു എനിക്ക് ഹൈറ്റ്. ഇപ്പം കുറച്ചൊക്കെ മാറി, നമ്മൾ ഏജ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമല്ലോ. ഇത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നൊരു പാർക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ സർപ്രൈസിങ് ആണ് കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ. ഇത് ഈ കാടിനുള്ളിലൊക്കെ ഇങ്ങനൊരു നല്ലൊരു അന്തരീക്ഷം. ഒത്തിരി ഇഷ്ടമായോ? ഓക്കെ, ശരിക്കും കുറേ സമയമൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അധികം ഒരു തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ഏകദേശം ദിവസം വരുന്ന വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ശനി ഞായറൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും. കിയ ഓക്കെ ആണോ? ഇഷ്ടപ്പെട്ടോ? ഇവിടെ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട കിയാമയ്ക്ക്? ഏത്? അതിൽ കേറ്റണോ അമ്മ? ബാ കേറ്റാം, ബാ. എന്തോ ഇത് കേറ്റണോ? ബാ, അല്ല ഇത് കേറ്റട്ടെ മോൻ, അമ്മ മോനെ ബാ. ഇത് വേണ്ടേ? പിന്നെ മോനെ ഏതാ വേണ്ടേ? ആ ഏതാ? അതോ? ബാ, ഇവിടെ കയറ്റാനോ? പേടിയില്ലേ കിയാമയ്ക്ക്? പേടിയില്ലേ? വാ. കിയാമന് ഇതിൽ കയറ്റാനാ പറയുന്നത്, കേറ്റ് വിടാം. ബാ ചുങ്ങി വാ. നമ്മുടെ കിയാമയ്ക്ക് എപ്പോ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് ഈ ഒരു സ്ഥാനത്തെ കയറാനാ താല്പര്യം. പേടിയില്ലേ? ആ പേടിയില്ലെങ്കിൽ കയറ്റാലോ, പിന്നെ പേടിയാന്ന് പറയരുത് കേട്ടോ. ഇതിലെനിക്ക് കയറാൻ ചോദിച്ചു, പ്രശ്നമായിരിക്കും അല്ലേ? കിയ കേറണ്ട മോനെ, കേറണ്ട. കിയാമയ്ക്ക് പറ്റിയതാണോ ഇത്?
ഇത് വലിയ ആൾക്കാരുടെ മോനെ. ഇറങ്ങാം നമുക്ക്. കിയാമയ്ക്ക് ഹൈറ്റ് കണ്ടപ്പം പ്രശ്നമായിട്ടുണ്ട്. വലിയ ആവേശ തുന്തിലായിട്ട് ഓടി വന്നതാണ്. ഏകദേശം മതിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി ഏകദേശം അവസാനിച്ചു. അതായത് ഇവിടുത്തെ കലാപരിപാടി നമ്മളിവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്ന് കണ്ടു. ആരും അധികം ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം നമ്മളിത് തിരിച്ചു പോവുകയാണ്. കണ്ടോ, എല്ലാവരും കാണുക, നല്ല രസമുണ്ട്. ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാം. വീക്കെൻഡിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇന്നെന്തായാലും വളരെ കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് മൊമെന്റ്സ് അല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മളിത് തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് ഉള്ളിലേക്ക് വരണം. നല്ല രസമാണ്. പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ നല്ല കാഴ്ചകളൊക്കെ ആയതുകൊണ്ട്, കാടാണല്ലോ, കാടിനകത്തൂടെ പോവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് എപ്പോഴും ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിരുന്നു നമ്മുടെ യാത്രയൊക്കെ. പിന്നെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. വളരെ മനോഹരമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ ക്ലൈമറ്റ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാലാവസ്ഥ നമുക്ക് വളരെ അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മഴയോ വെയിലോ ഒന്നും തന്നെ നമ്മളെ തളർത്തിയില്ല. അല്ല, നമ്മുടെ വഴിയിൽ എന്താ പറയുക, തടസ്സമായിട്ട് നിന്നില്ല, അങ്ങനെ വേണം പറയാൻ. അതെ, നമ്മൾ തിരിച്ചു പോവുകയാണ്. എനിക്കൊന്ന് അവരങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ചെന്ന സമയത്ത് ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ വന്ന ബോട്ട് എത്തിയിട്ടുണ്ട്. അവർ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബോട്ടുകാരുടെ നമ്പർ തരും. നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകാറാകുമ്പോഴത്തേക്കും അവരെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ വന്ന് നമ്മൾ തിരിച്ചു കൂട്ടിക്കൊണ്ട് പൊക്കോളും. നമ്മളിപ്പോൾ ഇതേ ബോട്ടിലോട്ട് കയറാൻ പോവാണേ. അപ്പോഴത്തേ നമ്മൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടാണെ ചായക്കട തപ്പി ഞങ്ങളിപ്പോൾ ഇതേ വീട് അടുത്തെത്താറായിട്ടുണ്ട്. 2 കട കണ്ടത്, 2 കടയിൽ ഒരു കല്യാണത്തിനുള്ള ആളുണ്ടായിരുന്നു. പിന്നെ ഈ കൊച്ചാണെങ്കിൽ ഭയങ്കര വയലൻ്റാണ്. അത് കാരണം പിന്നെ ഞങ്ങൾ ആ മോഹം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ഇപ്പോൾ വീട് ഏകദേശം അടുത്തെത്തി. അപ്പം നമുക്കിനി അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും കാണാം.